നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവരസ് ഇതുവരെ ഒളിമ്പിക്സിലായിരുന്നു പങ്കെടുത്തുകൊണ്ടിരുന്നത്. അർജന്റീനയുടെ അണ്ടർ 23 ടീമിനോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രാൻസിനോട് പരാജയപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അർജന്റീന പുറത്തായിട്ടുണ്ട്. ഒളിമ്പിക്സിൽ വേണ്ട വിധത്തിൽ തിളങ്ങാൻ ഹൂലിയൻ ആൽവരസിന് കഴിഞ്ഞിട്ടില്ല. 4 മത്സരങ്ങൾ കളിച്ച് അദ്ദേഹത്തിന് ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അസിസ്റ്റ് മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. മാത്രമല്ല, ട്രാൻസ്ഫർ വിൻഡോയിൽ ഹൂലിയൻ ആൽവരസുമായി ബന്ധപ്പെട്ട റൂമറുകൾ ഇപ്പോൾ വളരെയധികം സജീവമാണ്. അതായത് മാഞ്ചസ്റ്റർ സിറ്റി വിടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ കളിക്കാൻ തനിക്ക് അവസരം ലഭിക്കാത്തതിലുള്ള അതൃപ്തി ഹൂലിയൻ ആൽവരസ് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് ഇതിനോടുള്ള പ്രതികരണം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഭാവിയിലെ തീരുമാനം ഹൂലിയൻ ആൽവരസ് തന്നെ കൈക്കൊള്ളട്ടെ എന്നാണ് പെപ്പ് ഇതിനോടുള്ള പ്രതികരണമായി കൊണ്ട് രേഖപ്പെടുത്തിയിരുന്നത്. ഏതായാലും ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഹൂലിയൻ ആൽവരസ് മാഞ്ചസ്റ്റർ സിറ്റി വിടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് വ്യക്തമായ കാര്യങ്ങളാണ്. 2 ടീമുകളാണ് ഇപ്പോൾ പ്രധാനമായും താരത്തിന് വേണ്ടി രംഗത്തുള്ളത്. ഒന്ന് ലാലിഗ ക്ലബായ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. അവരുടെ പരിശീലകനായ ഡിയഗോ സിമിയോണിക്ക് വലിയ താല്പര്യമുള്ള താരമാണ് ഹൂലിയൻ ആൽവരസ്. കാരണം അവരുടെ സ്ട്രൈക്കറായ മൊറാറ്റ ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് ഒരു സ്ട്രൈക്കറെ ഇപ്പോൾ ഇവർക്ക് ആവശ്യമുണ്ട്. ഡൗബിക്കിന് വേണ്ടി അത്ലറ്റിക്കോ ശ്രമിച്ചിരുന്നു, പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഹൂലിയൻ ആൽവരസിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. താരത്തിന് വേണ്ടി വലിയ ഒരു തുക തന്നെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ആവശ്യപ്പെടുന്നുണ്ട്. ഫിക്സഡ് റേറ്റ് ആയിക്കൊണ്ട് 70 മില്യൺ യൂറോ, അതുപോലെ തന്നെ വേരിയബിൾസ് ആയിക്കൊണ്ട് 20 മില്യൺ യൂറോയാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ താരത്തിന് വേണ്ടി ആകെ 90 മില്യൺ യൂറോ ക്ലബ്ബുകൾ ചിലവഴിക്കേണ്ടി വരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഹൂലിയൻ ആൽവരസിന് അത്ലറ്റിക്കോയിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം PSG-ക്കും ഇപ്പോൾ വലിയ താല്പര്യമുള്ള ഒരു താരമാണ് ഹൂലിയൻ ആൽവരസ്. അദ്ദേഹത്തിന്റെ ക്യാമ്പുമായി ഇപ്പോൾ PSG-യും ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 2 ക്ലബ്ബുകളിൽ ഏതെങ്കിലും ഒന്നിലേക്കായിരിക്കും ഹൂലിയൻ ആൽവരസ് പോവുക. പക്ഷെ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത് പ്രമുഖ മാധ്യമമായ ദി അത്ലറ്റിക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.